ഹായ് നമസ്കാരം. ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ഒരുപോലെ റെസൊനേറ്റ് ആകില്ല. അപ്പോൾ കിട്ടിയിരിക്കുന്ന കാർഡുകൾ എന്താണ് നമുക്ക് നോക്കാം. ആദ്യം ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ് എന്താണെന്ന് നോക്കാം. 9 ഓഫ് സോർഡ്സ്, 4 of cups, 4, 7 of swords, 3 of cups, 4 of wands, magician, 8 of pentacles. അപ്പോൾ ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കടക്കാം. ഇവിടെ ആദ്യം തന്നെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ വലിയൊരു ഭാരം നിങ്ങളുടെ ചുമരിൽ എടുത്തു വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു വ്യക്തി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും മറച്ചു പിടിക്കുന്നതായിട്ട് ഇവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. വഞ്ചന, രഹസ്യമൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ ചില വ്യക്തികളൊക്കെ പറ്റിക്കപ്പെടുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അത്തരത്തിലുള്ള ഒരവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളുടെ സ്നേഹം അറിഞ്ഞിട്ടും ഒരു താല്പര്യമില്ലായ്മയാണ് ഇവിടെ കാണിക്കുന്നത്. ആ വ്യക്തി പുതിയ പല കാര്യങ്ങൾക്കുമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ സ്നേഹത്തിന് വലിയ പ്രാധാന്യമൊന്നും ഈ ഒരു വ്യക്തി കാണിക്കുന്നില്ല. പകരം പുതിയ പല കാര്യങ്ങൾക്കും ആയി ഈ ഒരു വ്യക്തി കാത്തിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ ഇവിടെ നിങ്ങളിൽ പല വ്യക്തികളുടെയും മാരേജ് ഡേറ്റൊക്കെ ഫിക്സ് ചെയ്ത വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ എൻഗേജ്മെൻ്റൊക്കെ കഴിഞ്ഞവരായിരിക്കാം. അങ്ങനെയുള്ളവരെയൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ വ്യക്തിയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ച് കണ്ടെത്തണമെന്നാണ് ഇവിടെ യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ഇവിടെ നിങ്ങളിൽ പലർക്കും ഈ വ്യക്തിയുടെ പെരുമാറ്റത്തിൽ പലതരത്തിലുള്ള സംശയങ്ങൾ മനസ്സിൽ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അത് ശരിയാണോ, ആ സംശയങ്ങൾ എങ്ങനെ ചോദിക്കുമെന്നൊക്കെ നിങ്ങൾ ആശങ്കപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇവിടെ നിങ്ങളോട് ശക്തമായി യൂണിവേഴ്സ് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കൂടുതൽ അന്വേഷിച്ച് കണ്ടെത്തണമെന്നാണ്. കാരണം നല്ല രീതിയിൽ നിങ്ങളിവിടെ പറ്റിക്കപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വളരെയധികം വേദനിക്കേണ്ടി വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഫ്യൂച്ചറിൽ ഒരുപക്ഷെ നിങ്ങൾ വളരെയധികം സ്ട്രെസ്സ്, ഡിപ്രഷൻ അങ്ങനെയുള്ള അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകാൻ സാധ്യതയുള്ളതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ബന്ധത്തെക്കുറിച്ചും ഈ ഒരു വ്യക്തിയെക്കുറിച്ചും കൂടുതൽ നല്ല രീതിയിൽ അന്വേഷിച്ച് മുന്നോട്ട് പോവുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു വിഡ്ഢിയായി നിങ്ങൾ മാറാതെ ഇരിക്കുക എന്നിവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ഈ വ്യക്തിക്ക് പല കാര്യങ്ങളിലും പലതരത്തിലുള്ള അഡിക്ഷനൊക്കെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ കൂടുതൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ മാറ്റമില്ലാതെ ഒരേ കാര്യം തന്നെ ജീവിതത്തിൽ നടപ്പിലാക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ചിന്തിച്ച് പ്രവർത്തിക്കുക എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക്